ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. പറയാൻ പോകുന്നത് ചന്ദ്രോത്സവം എന്ന് പറയുന്ന ലാലേട്ടൻ്റെ മൂവിയെ കുറിച്ചാണ്. ആ സിനിമ ഇപ്പോൾ ഒരുപാട് പേര് കാണുന്നു, ഷോർട്സ് ഇടുന്നു. രാമനുണ്ണി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ടാവുന്നു. ആ കൂട്ടത്തിൽ 90 കിഡ്സ് എന്തുകൊണ്ടാണ് ഈ സിനിമ ഫ്ലോപ്പായത്, അവർക്ക് ഇത്രയും ബോധമില്ല, ഇത്രയും നല്ല സിനിമയൊക്കെ പരാജയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ കണ്ടു. അപ്പോൾ ആ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. 90 കിഡ്സിൽ പെടുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് അന്നത്തെ കൗമാരങ്ങൾക്ക് ലാലേട്ടൻ്റെ ഒരു മുഖമുണ്ട് എന്ന് പറയുന്നത്, ലാലേട്ടൻ്റെ ഒരു അമാനുഷിക കഥാപാത്രങ്ങൾ ചെയ്തു വന്നിരുന്ന ലാലേട്ടൻ. നരസിംഹം, രാവണപ്രഭു, ആറാം തമ്പുരാൻ, ഇതിലൊക്കെയുള്ള ഒരു ലാലേട്ടൻ്റെ പിക്ചറുണ്ട്. ഈ സിനിമകളൊക്കെ രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ വന്ന സിനിമകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് രഞ്ജിത്തിൻ്റെ ഒരു സിനിമ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ലാലേട്ടനെയാണ്. കാരണം മുണ്ടു മടക്കി കുത്തി ഇടിക്കുന്നതും ഭയങ്കരമായിട്ടുള്ള പാട്ടുകളും ഒക്കെ ഉണ്ടാവുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും ചന്ദ്രോത്സവം എന്ന് പറയുന്ന സിനിമയിൽ അതിമനോഹരമായ പാട്ടുകളാണ്. വിദ്യാസാഗറാണ് അതിൻ്റെ സംഗീതമൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. പക്ഷേ അതൊക്കെ ഒരു മെലഡി ലെവലിലോട്ടുള്ള ഗാനങ്ങളും ഒക്കെയാണ്. നരസിംഹത്തിലെ പോലെ താങ്കണക്കയോ അല്ലെങ്കിൽ സടക്ക് സടക്ക് പോലെയുള്ള രാവണപ്രഭു പോലെ പാട്ടുകളോ ഒന്നും ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് കൂടുതൽ ആളുകളുടെ പ്രതീക്ഷ നശിച്ചു പോയത്. പിന്നെ എന്താ, നമുക്ക് അതിൻ്റെ മുൻപ് ഇറങ്ങിയപ്പോൾ ഈ പറഞ്ഞ പടങ്ങളിലൊക്കെ എസ്പെഷ്യലി രാവണപ്രഭു, ആറാം തമ്പുരാൻ, ദേവാസുരം, ഈ രണ്ട് സിനിമകളുടെ കുറേ ലെയറുകൾ നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാം. അപ്പോൾ ലാസ്റ്റ് പുഷ്പ് വരുന്ന സീനുകളൊക്കെ ആറാം തമ്പുരാനിൽ പ്രിയാരാമൻ വരുന്ന ഒരു സീൻ പോലെയും, പിന്നെ മഞ്ജു വാര്യർ സംഗീതം പഠിപ്പിക്കുന്നു, മീന സംഗീതം പഠിപ്പിക്കുന്നു എന്നുള്ള സിമിലാരിറ്റി ഒക്കെ ആ സിനിമയ്ക്കകത്ത് വന്നു. മാത്രമല്ല ഒരു പുതുമ നമുക്ക് ആ സമയത്ത് ഫീൽ ചെയ്തിരുന്നില്ല. ഒരുപാട് സിനിമ, അപ്പോൾ ദേവാസുരത്തിൽ ഭാനുമതിയെ തട്ടിക്കൊണ്ടുപോകുന്ന പോലെ ഇന്ദുലേഖയെ ക്ലൈമാക്സിൽ തട്ടിക്കൊണ്ടുപോകുന്നു. ഇതൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ നമുക്ക് ഈ രാമനുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു കഥാപാത്രമാണ്. പ്രണയം ലഭിക്കാതാവുമ്പോൾ ഒരാൾ വില്ലനായി മാറും, കൊലപാതകിയായി മാറും എന്നൊക്കെ കാണുന്ന ഒരു സിനിമ. ആ ഒരു വില്ലൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് വില്ലനോട് പ്രണയമാണ് തോന്നുന്നത്, അല്ലെങ്കിൽ വില്ലനെ ഇഷ്ടമാണ് തോന്നുന്നത്. ഒരു വില്ലനെ നമുക്ക് ഇങ്ങനെ ഇഷ്ടം തോന്നുന്ന വില്ലൻ മലയാള സിനിമയിൽ അധികം ഉണ്ടായിട്ടില്ല. രാമനുണ്ണി ആ കാര്യത്തിൽ വളരെ ഭാഗ്യവാനാണെന്ന് തോന്നുന്നു. അത്രയും നല്ല വില്ലനാണ് രാമനുണ്ണി. പിന്നെ ലാലേട്ടൻ്റെ ക്യാരക്ടർ, ശ്രീഹരിയുടെ ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രണയത്തിൻ്റെ വളരെ ഡീപ്പായിട്ടുള്ള ഡയലോഗ്സുകളും ഒക്കെ നമുക്ക് ആ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും. പിന്നെ രഞ്ജിത്തിൻ്റെ രചനകളിൽ ഏറ്റവും മനോഹരമായി പ്രണയം പറഞ്ഞിട്ടുള്ള സിനിമയാണ് ചന്ദ്രോത്സവം എന്ന് തോന്നുന്നു. ഒരാളെപ്പോലെ 7 പേരുണ്ട് എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. ഒരാളെപ്പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഇടത്ത് പ്രണയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ എഴുതാൻ കഴിയുള്ളൂ എന്ന് തോന്നി. പിന്നെ അതുപോലെ അച്ഛനെ പ്രണയിച്ചിരുന്ന ഒരു പ്രണയിനിയെ ലാലേട്ടൻ അമ്മയായി കാണുന്നു, അവരെ കാണാൻ പോകുന്നു. ആ സീനുകളൊക്കെ ചന്ദ്രോത്സവത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഭാഗങ്ങളാണ്. ഇതൊക്കെ ആ സിനിമയ്ക്കകത്തുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ അന്നത്തെ ഒരു 16 തൊട്ട് 25 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അത്രയും ഡീപ്പായുള്ള പ്രണയങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ പോവുകയും, പിന്നെ ഇത്തരം ഇടികൾ ഇല്ലാതിരിക്കുകയും, മീശ പിരിച്ച ലാലേട്ടനിൽ നിന്നും ബുൾഗൻ വെച്ച ലാലേട്ടനായിട്ട് വരുമ്പോൾ ഉള്ള പ്രത്യേകതകൾ എന്താണ് എന്നറിയാനുള്ള അതിയായ ആകാംക്ഷ ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു രോഗിയായി മാറുന്ന ഒരു സിനിമ, അദ്ദേഹം നിസ്സഹായനായി മാറുന്ന ഒരു ഹീറോ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അമാനുഷികമായ കഥാപാത്രങ്ങൾ ഇങ്ങനെ നിസ്സഹായതയിലേക്ക് വരുമ്പോൾ ആളുകൾക്കുണ്ടായ ഒരു വിഷമം കൂടി ആ സിനിമയെ അന്ന് വല്ലാതെ ബാധിച്ചു എന്നാണ് തോന്നുന്നത്, ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത്. എന്തായാലും ആ സിനിമ 90 കിഡ്സിനൊക്കെ വളരെ നൊസ്റ്റാൾജിയാണ്. എന്ന ഒരു സിനിമ ക്ലാസിക് ആയി നിൽക്കുന്നു. അതാണ് നമ്മൾ ഈ കലാമൂല്യമുള്ള അല്ലെങ്കിൽ സത്യമുള്ള കുറേ കാര്യങ്ങൾ എന്നും നിലനിൽക്കും എന്നൊക്കെ പറയുന്നതും, അതിൻ്റെ മൂല്യം ഒരിക്കലും നശിക്കില്ല എന്നൊക്കെ പറയുന്നത് ചന്ദ്രോത്സവം പോലെയുള്ള സിനിമകൾ നമുക്ക് കാണിച്ചു തരുന്നു. രാമനുണ്ണി എന്ന് പറയുന്ന ഒരു അതിഭീകരമായ വില്ലനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. അതൊക്കെ ഈ ഒരു സിനിമയുടെ പ്രത്യേകതകളായിട്ട് വരുന്നു.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കണം ആ സിനിമയുടെ ഫ്ലോപ്പിന് കാരണമായത് എന്ന് 2K കിഡ്സിനോട് പറയാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.